മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നടിയെ ഓടുന്ന വാഹനത്തിൽ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ ദിലീപ് കുറ്റവിമുക്തൻ. യുവനടിയെ ഓടുന്ന വാഹനത്തിൽ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ ദിലീപ് കുറ്റവിമുക്തൻ. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് ആണ് വിധി പ്രസ്താവിച്ചത്. പെരുമ്പാവൂർ സ്വദേശി സുനിൽകുമാർ എന്ന പൾസർ സുനിയാണ് ഒന്നാം പ്രതി. നടൻ ദിലീപ് അടക്കം 10 പ്രതികളിൽ 6 പേർ കുറ്റക്കാർ എന്ന് തെളിഞ്ഞു. ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും അതിനാൽ പ്രതിയാക്കാനാവില്ലെന്നും കോടതി വിധിച്ചു. 2017 ഫെബ്രുവരി 17 വൈകിട്ട് ഷൂട്ടിംഗിനായി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതിനിടയിലാണ് നടിക്കുനേരെ ആക്രമണമുണ്ടായത്. ആന്റണി മാർട്ടിൻ, ബി മണികണ്ഠൻ, VP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് പ്രതികൾ. 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലായെങ്കിലും ഒക്ടോബർ 3 കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. ദീർഘനാൾ ജയിലിൽ കഴിഞ്ഞ പൾസർ സുനിക്ക് 2024 സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. 2018 മാർച്ച് 8 വിചാരണ തുടങ്ങിയത്. കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നിവയിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് നടൻ ദിലീപിനെതിരായ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ദിലീപിനെതിരെ കേസിന് തെളിവില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.